കുവൈറ്റിലെ ഫ്ളാറ്റിൽ തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ അനുവദിച്ച ധനസഹായം കൈമാറി. അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശികളുടെ വീടുകളിൽ മന്ത്രി വി എൻ വാസവൻ നേരിട്ടെത്തിയാണ് ധനസഹായം കൈമാറിയത്. പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം, കുറിച്ചി മലകുന്നം കിഴക്കേടത്ത് ശ്രീഹരി പ്രദീപ്, പായിപ്പാട് പള്ളിക്കച്ചിറ കടുങ്ങാട്ടായ പാലത്തിങ്കൽ ഷിബു വർഗീസ് എന്നിവരുടെ വീടുകളിലെത്തിയാണ് മന്ത്രി വി എൻ വാസവൻ ധനസഹായം കൈമാറിയത്. സർക്കാർ സഹായമായ 5 ലക്ഷം രൂപ കൂടാതെ വ്യവസായി യൂസഫ് അലി നൽകിയ 5 ലക്ഷം, ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്ക ഫൊക്കാന നൽകിയ 2 ലക്ഷം, വ്യവസായി രവി പിള്ള നൽകിയ 2 ലക്ഷം രൂപ എന്നിവയാണ് കൈമാറിയത്. സ്റ്റെഫിൻ എബ്രഹാമിന്റെ മാതാപിതാക്കളായ സാബു എബ്രഹാം, ഷെർലി സാബു, ശ്രീഹരിയുടെ മാതാപിതാക്കളായ PG പ്രദീപ്, ദീപ കെ നായർ, ഷിബു വർഗീസിന്റെ ഭാര്യ റോസി തോമസ് എന്നിവർക്കാണ് ധനസഹായം മന്ത്രി നൽകിയത്. ദാരുണമായ സംഭവം, തീപിടുത്തം. അതിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം ഇന്ന് കോട്ടയം ജില്ലയിലെ 3 വീടുകളും എത്തിച്ചു കൊടുക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് 5 ലക്ഷം രൂപ വെച്ച് തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അത് ഓൾറെഡി അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ ലുലുവിന്റെ യൂസഫ് അലി പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ, രവിപ്പിള്ള പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ, ഒക്കാനായുടെ 2 ലക്ഷം രൂപ, അതോടൊപ്പം തന്നെ മേനോൻ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ. ഇതെല്ലാം നോർക്ക വഴിയാണ് വിതരണം ചെയ്യുന്നത്. നോർക്കയുടെ പ്രതിനിധികൾ എത്തിച്ചേർന്ന് ഞങ്ങളെല്ലാം ചേർന്ന് ഇപ്പൊ ഈ തുക മരണമടഞ്ഞവരുടെ ആശ്രിതരെ ഏൽപ്പിക്കുന്നതാണ് രാവിലെ തന്നെ. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രൊഫസർ ടോമിച്ചൻ ജോസഫ്, N രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജു സുജിത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T രഞ്ജിത്ത്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ A അരുൺകുമാർ, നോർക്ക റൂട്ട് സെന്റർ മാനേജർ KR രജീഷ്, തഹസിൽദാർമാരായ PG മിനിമോൾ, KS സതീശൻ, ഡെപ്യൂട്ടി തഹസിൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ആലപ്പുഴ നഗരസഭയുടെ കാർഷിക പദ്ധതിയായ പൊന്നോണത്തോട്ടം കൃഷിക്ക് തുടക്കമായി. H സലാം MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള 1 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറിക്കും ബന്ദിപ്പൂ കൃഷിക്കും തുടക്കമായത്. കേരളത്തിലെ കഴിഞ്ഞ ഒരു 6-7 വർഷക്കാലത്തെ കാർഷിക ഉൽപാദനത്തിന്റെ കണക്ക് നോക്കിയാൽ അത് ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നു എന്ന് കാണാൻ പറ്റും. ഈ നിയമസഭാ സമ്മേളനത്തിലും കാർഷിക ഉൽപാദനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സഭയിൽ രേഖയായി വരുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞൊരു 6-7 വർഷത്തെ കേരളത്തിലെ കൃഷി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ, ഗവൺമെന്റ് ടോട്ടലായി നൽകുന്ന പ്രാധാന്യം, ഇതിന്റെയൊക്കെ ഒരു ഭാഗമായി കൂടുതൽ കൃഷിയിടങ്ങളിലെ കൃഷി ഇറക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭൂരിപക്ഷവും നമുക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാട്ടിൽ കൃഷി ചെയ്യുന്ന മിക്കവാറും എല്ലാം ഭക്ഷ്യ വസ്തുക്കളാണ്. നെല്ലാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എല്ലാമാണ് വ്യാപകമായി നമ്മുടെയൊക്കെ നാട്ടിൽ കൃഷി ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് ദൈനംദിനമായി ആവശ്യമായി വരുന്ന അവശ്യ വസ്തുക്കൾ എന്ന് പറയാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ പച്ചക്കറിയും അതുപോലെ മറ്റ് പാല്, അതുപോലെ മുട്ട തുടങ്ങിയിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമുക്ക് സ്വയം പര്യാപ്തമാകാൻ വേണ്ടി കഴിയും. നഗരമാലിന്യം സംസ്കരിച്ച് ലഭിക്കുന്ന ജൈവവളം ഉപയോഗിച്ച് മൾച്ചിങ്ങും തുള്ളിനനയുമായി തികച്ചും പ്രൊഫഷണലായാണ് കൃഷി. വിഷാംശം നിറഞ്ഞ പച്ചക്കറികൾ ഒഴിവാക്കി ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ കൂടി നഗരസഭ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു. ഓണപ്പൂക്കളത്തിനായി മറുനാടിനെ ആശ്രയിക്കുന്ന പതിവ് ശൈലിയിൽ നിന്നും മാറ്റം വരുത്താനുള്ള പരിശ്രമത്തിലാണ് നഗരസഭ. ഒപ്പം കാഴ്ചക്കാർക്ക് നവ്യാനുഭവം പകരാനും കൂടി ലക്ഷ്യമിട്ടാണ് ബന്ദിപ്പൂ കൃഷി ചെയ്യുന്നത്. നഗരസഭയിലെ 52 വാർഡുകളിലും ഗ്രൂപ്പ് കൃഷിയും സാധ്യമായ ഭവനങ്ങളിലെല്ലാം അടുക്കളത്തോട്ടവും മട്ടുപ്പാവ് കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വാർഡുകളിലേക്കുള്ള പച്ചക്കറി തൈകളുടെ വിതരണവും കൃഷിഭവൻ വഴി ആരംഭിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MG സതീദേവി, AS കവിത, MR പ്രേം, R വിനീത, കൗൺസിലർമാർ, കൃഷി ഓഫീസർ സീതാരാമൻ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ മന്ത്രിതല ചർച്ചയിലെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ജീവനക്കാർ ധർണ നടത്തി. ഈ മാസം അവസാനം പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്കിന് മുന്നോടിയായാണ് ധർണ സംഘടിപ്പിച്ചത്.
കേരള ബാങ്ക് ജീവനക്കാർക്ക് ലഭിക്കാനുള്ള DA കുടിശ്ശികയിൽ 20% ഉടൻ അനുവദിക്കുമെന്നും ജീവനക്കാരുടെ കുറവിന് അടിയന്തര പരിഹാരം കാണുമെന്നുമടക്കമുള്ള മന്ത്രിതല ചർച്ചയിലെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് നേതൃത്വത്തിൽ ആലപ്പുഴ ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് പ്രസിഡന്റ് AA ഷുക്കൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ തൊഴിലില്ലായ്മയുടെ സാഹചര്യത്തിൽ കേരളത്തിൽ തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് കേരള ബാങ്ക്. തൊഴിൽ സാധ്യതകൾ ഏറെയുണ്ട്, പക്ഷേ നിയമനങ്ങൾ നടക്കുന്നില്ല. നിയമനങ്ങൾ നടക്കുന്നതും അതനുസരിച്ചുള്ള പ്രൊമോഷനുകൾ കൃത്യമായി നടക്കേണ്ടതും ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ജീവനക്കാരോടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ, പൊതുവായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ആ സമയബന്ധിതമായി ആ കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റ് ഇതിന്മേൽ നടപടി എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2024 ഫെബ്രുവരി മാസം 26 എന്ന് പറയുന്നതിന് ഒരു വലിയ ഗൗരവമുണ്ട്. കാരണം രാജ്യത്തെമ്പാടും 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഇതിലൊരു തീരുമാനമുണ്ടായില്ല എങ്കിൽ ജീവനക്കാരൊന്നടങ്കം അതിന്റെ നേതൃത്വത്തെ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയമായി അത് പ്രതികരിക്കപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തതാണ്. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് P. മണിക്കുട്ടൻ നായർ അധ്യക്ഷനായി. AKBEF ജില്ലാ ചെയർമാൻ സലീം, കേരള ബാങ്ക് പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി K. രാജീവൻ, VS അനിൽകുമാർ, H. നാരായണൻ, K. ശശീന്ദ്രൻ, MJ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രഖ്യാപനങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജൂലൈ 30, 31 തീയതികളിൽ ദ്വിദിന പണിമുടക്ക് നടത്തും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റേഷൻ വ്യാപാരത്തോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെ വ്യാപാരികൾ ജൂലൈ 8, 9 തീയതികളിൽ കടയടപ്പ് സമരം നടത്തും. സമരത്തിന് മുന്നോടിയായി റേഷൻ വ്യാപാരി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക, കേന്ദ്ര സർക്കാർ കേരളത്തിലെ റേഷൻ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, കിറ്റ് കമ്മീഷൻ നൽകണമെന്ന ഹൈക്കോടതി വിധി നടപ്പിലാക്കുക, പുതിയ റേഷനിംഗ് ഓർഡറിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കടയടപ്പ് സമരവും രാപ്പകൽ സമരവും നടത്തുന്നത്. സമരത്തിന് മുന്നോടിയായാണ് റേഷൻ വ്യാപാരി സംയുക്ത സമിതി അമ്പലപ്പുഴ താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണ സംയുക്ത സമിതി ജില്ലാ കൺവീനർ PR രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കോർട്ട് ആവശ്യത്തിന് ഫയൽ ചെയ്തിരിക്കുകയാണ് നമ്മുടെ കിറ്റ് കമ്മീഷൻ വിധിച്ചത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേമനിധി പെൻഷൻ, ക്ഷേമനിധിയിൽ എല്ലാവർക്കും ഈ സാമ്പത്തികമായ പ്രതിസന്ധി കാരണം ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നില്ല. ആരോഗ്യ പെൻഷനും അതുമായി ബന്ധപ്പെട്ട് ചികിത്സാ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ സർക്കാരിന് മുമ്പാകെ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഓരോരോ സംഘടനകൾ വെവ്വേറെ സമരം ചെയ്തിട്ടും അതിനുള്ള പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഭരണകക്ഷിക്ക് പിന്തുണ നൽകുന്ന സംഘടനകളും പ്രതിപക്ഷ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന സ്വതന്ത്ര സംഘടനകളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ജൂലൈ 8, 9 തീയതികളിൽ ഉള്ള കടയടപ്പ് സമരവും 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രാപകൽ സമരം തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിലാണ്. എല്ലാവരും അവിടെ 48 മണിക്കൂർ ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. സമിതി അമ്പലപ്പുഴ താലൂക്ക് ചെയർമാൻ S. പ്രഭുകുമാർ യോഗത്തിൽ അധ്യക്ഷനായി. ഉദയകുമാർ ഷേണായി, VV ഗോപാലകൃഷ്ണൻ, KJ തോമസ്, ശാന്തിലാൽ, KR ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. വാട്ടർ അതോറിറ്റി പെൻഷൻ സംഘടനകൾ സംയുക്തമായി ആലപ്പുഴ വഴിച്ചേരി വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരപരിപാടി സംഘടിപ്പിച്ചത്. വഴിച്ചേരിയിലെ വാട്ടർ അതോറിറ്റി ഡിവിഷൻ കാര്യാലയത്തിന് മുന്നിലാണ് പെൻഷൻ സംഘടനകൾ സംയുക്തമായി പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തിയത്. യോഗത്തിൽ വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി B. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. നമുക്ക് കുറച്ചു കാലം ശമ്പളവും പെൻഷനും എല്ലാം കൃത്യമായിട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ 2008 വരെ കിട്ടി.
അത് കഴിഞ്ഞപ്പം എട്ടാം ശമ്പള വർഷം വരെ കിട്ടി. 9, 10, 11 വളരെയേറെ സമരങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഈ വിഭാഗം ജീവനക്കാരുടെ പെൻഷൻകാരുടെ പരിഷ്കരണം നടപ്പാക്കുന്നത്. ഇതിപ്പോൾ അവസാന ഘട്ടമായിട്ട് കേരളത്തിലെ ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരും പെൻഷൻകാരും കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഒരു 10 ലക്ഷത്തോളം വരും. അവരുടെ എല്ലാ ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തു. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള മറ്റ് വിവിധ മേഖലകളുണ്ട്, അവിടെയും കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ കിട്ടാനുള്ളത് വാട്ടർ അതോറിറ്റിയിലെ 10,000-ഓളം വരുന്ന പെൻഷൻകാർക്ക് മാത്രമാണ് ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടാതെ കണ്ടു. വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി പി മുകുന്ദൻ, എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം ദേവരാജൻ, വി ചന്ദ്രശേഖരൻ നായർ, കെ ജി ഭാസ്കരൻ നായർ, ബി ശകുന്തള, എച്ച് എം യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ നഗരസഭയിലെ വഴിച്ചേരി മത്സ്യ മാർക്കറ്റിൽ നിന്ന് ഫോർമാലിൻ കലർന്ന പഴകിയ മത്സ്യം പിടിച്ചെടുത്തു. ഭക്ഷ്യയോഗ്യമല്ലാത്ത 45 കിലോയോളം കേരമീനുകളാണ് പിടികൂടി നശിപ്പിച്ചത്. നഗരസഭ ആരോഗ്യ വിഭാഗവും ഫുഡ് സേഫ്റ്റി വകുപ്പും ഫിഷറീസ് വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഫോർമാലിൻ കലർന്ന മത്സ്യം പിടിച്ചെടുത്തത്. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവ പിന്നീട് നശിപ്പിച്ചു. ആലപ്പുഴ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡി രാഹുൽ രാജ്, അമ്പലപ്പുഴ ഫുഡ് സേഫ്റ്റി ഓഫീസർ മീരാദേവി, ആലപ്പുഴ ഫിഷറീസ് ഇൻസ്പെക്ടർ ദീപു, നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഐ കുമാർ, സാലിൻ ഉമ്മൻ, ബി റിനോഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൽ തിരുവാതിര ഞാറ്റുവേല ചന്തയും കൃഷിസഭയും സംഘടിപ്പിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇതോടൊപ്പം നടന്നു. മാവ്, പ്ലാവ്, പേര തുടങ്ങിയവയുടെ ഗ്രാഫ്റ്റും പച്ചക്കറി വിത്തുകളും കുറഞ്ഞ നിരക്കിൽ കർഷകർക്കും പൊതുജനങ്ങൾക്കും നൽകി. കർഷകർ ഉൽപ്പാദിപ്പിച്ച ജൈവ പച്ചക്കറികളും കുറഞ്ഞ നിരക്കിൽ വിറ്റഴിച്ചു. കൃഷിഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കൂടി എല്ലാ വർഷവും നടത്തി വരുന്നതാണ് ഞാറ്റുവേല ചന്ത. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നടക്കുന്നത്. ഒത്തിരിയേറെ ഫലവൃക്ഷ തൈകളും മറ്റ് കൃഷിക്ക് അനുയോജ്യമായ രീതിയിലുള്ള വിത്തുകൾ ഇവിടെ ഇന്ന് സബ്സിഡിയോട് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കർഷകരും മാക്സിമം ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി നല്ല രീതിയിലുള്ള കൃഷി ചെയ്ത് നമ്മുടെ നാടിന് ആവശ്യമായ പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും നാടിന് പ്രയോജനപ്രദമായ രീതിയിൽ ഉണ്ടാകണമെന്ന് ആശംസിച്ചുകൊണ്ട് യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രമേശൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മാന്നാർ ലയൺസ് ക്ലബ്ബ് റോയലിന്റെ ഈ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഞായറാഴ്ച നടക്കും. വൈകിട്ട് 7-ന് ഹോട്ടൽ മഹാരാജ പാലസിൽ ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജി വേണുകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബെന്നി കെ ഫിലിപ്പ്, കെ ജി ഗോപാലകൃഷ്ണൻ നായർ, സണ്ണി പുഞ്ചമണ്ണിൽ, ഡോക്ടർ ദിലീപ് കുമാർ എന്നിവരാണ് ഈ വർഷത്തെ ഭാരവാഹികൾ. ലയൺസ് പ്രസിഡന്റ് എസ് വിജയകുമാർ സ്ഥാനാരോഹണ ചടങ്ങിൽ അധ്യക്ഷനാകും. സ്കൂൾ വിദ്യാർത്ഥിനിക്ക് സൈക്കിൾ, പഠന സ്കോളർഷിപ്പ്, വിധവയ്ക്ക് തയ്യൽ മെഷീൻ, സ്കൂളിന് സ്റ്റൗ, വഴിയോര കച്ചവടക്കാരന് തണൽക്കുട, സ്കൂൾ ബാഗ്, ബുക്ക്, ഫലവൃക്ഷ തൈകൾ എന്നിവയുടെ വിതരണം തുടങ്ങിയവയാണ് സേവന പദ്ധതികൾ. പമ്പാ നദിയിൽ വീണ യുവതിയെ രക്ഷിച്ച തലവടി കനകത്തറയിൽ ബിന്ദു ജയകുമാറിനെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷത്തെ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ഈ മാസം 7-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് മാന്നാർ ഹോട്ടൽ മഹാരാജ പാലസിൽ വെച്ച് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ MJ വേണുകുമാർ ജി നിർവഹിക്കുന്ന വാർത്ത നിങ്ങളുടെ മാധ്യമത്തിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അന്ന് ഇനി പറയാൻ പോകുന്ന 10ഓളം സേവന പദ്ധതികൾ തുറന്നു കൊടുക്കുന്നതാണ്. ഒന്ന്, ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പോകുന്നതിന് ഉള്ള ഒരു സൈറ്റാണ്. 2, ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് മുഴുവൻ വർഷത്തെ പഠനത്തിനുള്ള സ്കോളർഷിപ്പ്. പിന്നെ ഒരു വിധവയ്ക്ക് കൈത്താങ്ങായിട്ട് ഒരു കുന്നിൽ കൃഷി. ഒരു മരകയറ്റ തൊഴിലാളിക്ക് മരം വെട്ടുന്ന ആളിന് ഒരു അറപ്പുവാള്, അതായത് നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ബെന്നി കെ ഫിലിപ്പ്, കെ ജി ഗോപാലകൃഷ്ണൻ നായർ, ഡോക്ടർ ദിലീപ് കുമാർ, എസ് വിജയകുമാർ, മോഹൻ അരുൺസ്, ഇന്ദു ശേഖർ എന്നിവർ പങ്കെടുത്തു.
ചേന്നങ്കരി ദേവമാതാ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം ശ്രദ്ധേയമായി. ബഷീറിന്റെ കഥാപാത്രങ്ങളായി വേഷമിട്ടെത്തിയ കുട്ടികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. എന്റെ പഠിച്ചോനെ, നിങ്ങളെന്താ ഈ കൊലത്തില് ആകെ നന്നിട്ടുണ്ടല്ലോ. ബഷീറിന്റെ മുഴുവൻ രചനകളും ഒറ്റ ക്യാൻവാസിൽ ഉൾപ്പെടുത്തി കുട്ടികൾ നിർമ്മിച്ച കൊളാഷ് ചിത്രം മഹാസാഹിത്യകാരനെ കൂടുതൽ അറിയുന്നതിനും അദ്ദേഹത്തിന്റെ രചനകളെ മനസ്സിലാക്കുന്നതിനും സഹായകമായി. സ്കൂൾ മാനേജർ ഫാദർ റോജൻ നെൽപ്പുരയ്ക്കൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ ജോസഫ് ചാക്കോ, മിനു സേവ്യർ, മെർവിൻ ടോം, എവ്ലിൻ ആന്റണി, സോജൻ ചാക്കോ എന്നിവർ സംസാരിച്ചു. ബഷീർ കഥാപാത്രങ്ങളെ കുട്ടികൾ രംഗത്ത് അവതരിപ്പിച്ചു. പൂവമ്പഴം എന്ന രചനയുടെ ദൃശ്യാവിഷ്കാരവും ശ്രദ്ധേയമായി. 1.25 കിലോയോളം കഞ്ചാവുമായി യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. ചെങ്ങന്നൂർ കാരക്കാട് വെട്ടിയാർ പടിഞ്ഞാറേതിൽ വീട്ടിൽ ജിത്തു രാജനെയാണ് എക്സൈസ് സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. എക്സൈസ് ഇൻസ്പെക്ടർക്ക് ആലപ്പുഴ എക്സൈസ് കൺട്രോൾ റൂമിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് ജിത്തു രാജ് പിടിയിലായത്. മുൻ കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കഞ്ചാവിന്റെ ഉറവിടത്തെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ തുടരുകയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചെങ്ങന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബൈജു, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജോഷി ജോൺ, പ്രിവന്റീവ് ഓഫീസർ അൻസു പി ഇബ്രാഹിം, സിവിൽ എക്സൈസ് ഓഫീസർമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. 2024 ഓഗസ്റ്റ് 1 മുതൽ 2025 ജൂൺ 9 വരെ ആലപ്പുഴ ജില്ലയിൽ കടൽ രക്ഷാപ്രവർത്തനത്തിനും പട്രോളിംഗിനുമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ലൈഫ് ഗാർഡുമാരെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ളവർ രേഖകൾ സഹിതം അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിഷറീസ്, ഫിഷറീസ് സ്റ്റേഷൻ, തോട്ടപ്പള്ളി, ആലപ്പുഴ 688561 എന്ന മേൽവിലാസത്തിൽ ജൂലൈ 19 അപേക്ഷ നൽകണം. അപേക്ഷാർത്ഥികൾ രജിസ്ട്രേഡ് മത്സ്യത്തൊഴിലാളികളും ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് സ്ഥാപനത്തിൽ നിന്നും ട്രെയിനിംഗ് പൂർത്തിയാക്കിയവരുമായിരിക്കണം. പ്രായം 20നും 45നും ഇടയിൽ. പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്താൻ ശേഷിയുള്ളവരായിരിക്കണം. ലൈഫ് ഗാർഡായി പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് 0477 22977707 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2023 ഡിസംബർ 31 വരെ സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ആലപ്പുഴ ജില്ലാ ക്ഷേമനിധി ഓഫീസിലെ ഗുണഭോക്താക്കൾ ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 24 വരെ അക്ഷയ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണം. നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2024 ജൂൺ 25 മുമ്പ് മസ്റ്ററിംഗ് ചെയ്ത ഗുണഭോക്താക്കളും പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിനായി മസ്റ്ററിംഗ് നടത്തണം. മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവർ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. SBIയുടെ കലവൂർ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 10 ദിവസത്തെ ഫാസ്റ്റ് ഫുഡ് കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ള 18നും 45നും ഇടയിൽ പ്രായമുള്ളവർ ജൂലൈ 11 രാവിലെ 10:30 പരിശീലന കേന്ദ്രത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് എത്തിച്ചേരേണ്ടതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6765 രൂപ, പവന് 54,120 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.